അതായത് വൈകിട്ടാകുമ്പോഴേക്കും ബീച്ച് ആളുകളെ കൊണ്ട് നിറയുന്നുണ്ട്. അതിന്റെ ഏറ്റവും മനോഹരമായ അതിന്റെ സൗന്ദര്യത്തിലേക്ക്, ബീച്ചിന്റെ സൗന്ദര്യത്തിലേക്ക് പൂർണ്ണമായി എത്തണമെങ്കിൽ ഇരുട്ട് വീഴേണ്ടതുണ്ട്. അത് അല്പസമയത്തിനകം തന്നെ ഈ നഗരത്തിലേക്ക്, ഈ ബീച്ചിലേക്ക് എത്തുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, പോലീസിന്റെ സുരക്ഷാ ക്രമീകരണം എങ്ങനെയാണ്, ആഘോഷം അതിരുവിട്ടു പോകരുത്, അതിന്റെ ഭാഗമായുള്ള നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടാവണം. അതുകൊണ്ട് ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ് ഷാ? അതായത് അല്പസമയത്തിനകം തന്നെ കോഴിക്കോട് ബീച്ചിലേക്ക് വാഹനങ്ങൾ, അതായത് വലിയ വാഹനങ്ങൾ കടന്നു വരുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തും. പ്രത്യേകിച്ച് കോഴിക്കോട് കോർപ്പറേഷന്റെ ബാക്ക് സൈഡ് മുതൽ, അതായത് പഴയ കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസ് മുതൽ തന്നെ ഇങ്ങോട്ടേക്ക് ഈ കാർ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനാണ് നിലവിലെ സാഹചര്യത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ 5 മണി എന്നായിരുന്നു ജില്ലാ പോലീസ് മേധാവി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞത്. എന്നാൽ പിന്നീട് അതിൽ മാറ്റം വരുത്തി അല്പസമയം കൂടി, അതായത് 6 മണിയോട് കൂടി തന്നെ കോഴിക്കോട് ബീച്ചിലേക്ക് വരുന്ന ആളുകൾ വരുന്നുണ്ടെങ്കിൽ വാഹനം കൃത്യമായിട്ട് പാർക്ക് ചെയ്യുന്ന, അതായത് ബീച്ചിൽ നിന്നും കുറച്ചുകൂടി ദൂരത്തേക്ക് മാറി പാർക്ക് ചെയ്ത് നിർത്തണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത്. അതോടൊപ്പം തന്നെ കുറെ അധികം പോലീസുകാരുടെ സേവനം ഇതിനോടൊപ്പം തന്നെ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നഗരത്തിൽ വിവിധ ഇടങ്ങളിലായിട്ട് ന്യൂ ഇയർ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്, വിവിധ മാളുകളായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മാനാഞ്ചിറയിൽ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായിട്ട് കോഴിക്കോട് മാനാഞ്ചിറയിൽ ഈ ദീപാലങ്കൃതമാണ്. അതിന്റെ ഭാഗമായിട്ടും വലിയ രീതിയിൽ ആളുകൾ മാനാഞ്ചിറ സ്ക്വയറിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച നമുക്ക് ഈ ദിവസങ്ങളിലൊക്കെ തന്നെ കാണാൻ സാധിച്ചു. അതുകൊണ്ട് ഇനിയുള്ള മണിക്കൂറിലും അത്തരത്തിൽ ആളുകൾ വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് കനത്ത കാവലിൽ തന്നെയാണ് പോലീസ്. പ്രത്യേകിച്ച് ഈ രാത്രി മദ്യപിച്ചോ അതുപോലെ തന്നെ ലഹരി ഉപയോഗിച്ചോ മറ്റും ബീച്ചിലേക്കോ അല്ലെങ്കിൽ കോഴിക്കോട് നഗരത്തിലോ എവിടെ ഇറങ്ങിയാലും പോലീസിന്റെ പിടി വീഴും എന്ന കാര്യത്തിൽ ഉറപ്പാണ്. ഒപ്പം തന്നെ ഈ നഗരത്തിൽ പല ഇടങ്ങളിലായിട്ട് വൺ വേ സംവിധാനമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഗതാഗത നിയന്ത്രണങ്ങളും വിവിധ ഇടങ്ങളിലായിട്ട് ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ഈ ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിച്ച് ഏതെങ്കിലും തരത്തിൽ അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അവർക്കും പിടി വീഴും എന്ന് തന്നെ ഇന്നലെ ജില്ലാ പോലീസ് മേധാവി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. എന്തായാലും കോഴിക്കോട് അക്ഷരാർത്ഥത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ന്യൂ ഇയറിനെ വരവേൽക്കാനായി അക്ഷരാർത്ഥത്തിൽ ഒരുങ്ങിയിരിക്കുന്നു. ഇനി ജസ്റ്റ് നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അല്പസമയത്തിനകം കോഴിക്കോട് അതിന്റെ അടിപൊളി ഫോമിലേക്ക് എത്തും, വൈബിലേക്ക് എത്തും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. റിജിത്ത്. ശരി, ഷാഹദ് റഹ്മാൻ കോഴിക്കോട് ബീച്ചിൽ നിന്നുള്ള വിശദാംശങ്ങൾ, കാഴ്ചകൾ, പ്രതികരണങ്ങൾ ഒക്കെ പങ്കുവെക്കുകയായിരുന്നു. ആഘോഷം നമുക്ക് ഗംഭീരമാക്കണം. അപ്പോഴും എല്ലാവരും ഓർക്കേണ്ട, മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ഉത്തരവാദിത്വത്തോടുകൂടി തികഞ്ഞ പൗരബോധത്തോടു കൂടി തന്നെ വേണം ഈ ന്യൂ ഇയറിനെ നമ്മൾ വരവേൽക്കാനും അതിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമാകാനും. വലിയ തിരക്കുണ്ടാവും, ചെറിയ കുട്ടികളൊക്കെ വരുന്നതാണ് എല്ലായിടങ്ങളിലേക്കും. അവിടെ ഈ അമിത വേഗത്തിൽ വാഹനം ഓടിക്കുകയോ മദ്യപിച്ച് വാഹനം ഓടിക്കുകയോ ഈ അഭ്യാസ പ്രകടനങ്ങൾ നടത്തുകയോ അങ്ങനെയൊന്നും ചെയ്യരുത് എന്നുള്ള നിർദ്ദേശം കർശനമായി പോലീസ് നൽകിയിട്ടുണ്ട്. അതിന് കടുത്ത നടപടി തന്നെ ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് കൂടി പോലീസൊക്കെ നൽകുന്നുണ്ട്. എന്തായാലും എല്ലാവരും അതൊക്കെ ശ്രദ്ധിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.